പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ച് ഇരിക്കുന്നു. ഈ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. നാം കർത്താവിനെ തിരഞ്ഞെടുക്കുക ആയിരുന്നില്ല, മറിച്ച് കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുക ആയിരുന്നു. നമ്മേക്കാൾ കഴിവുള്ളവർ ഉണ്ടായിരിക്കെ, നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ളവർ ഉണ്ടായിരിക്കെ, നമ്മേക്കാൾ സൗന്ദര്യമുള്ളവർ ഉണ്ടായിരിക്കെ, നമ്മേക്കാൾ പലതും അവകാശപ്പെടുവാൻ കഴിവുള്ളവർ ഉണ്ടായിരിക്കെ, കർത്താവ് തിരഞ്ഞെടുത്തത് എന്നെയും നിങ്ങളെയുമാണ്. വിശ്വപ്രസിദ്ധനായ പൗലോസ് വിളിച്ചു പറഞ്ഞു: ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ അവൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? നമ്മേക്കാൾ അറിവുള്ളവർ ഉണ്ടായിരിക്കെ, നമ്മേക്കാൾ ബലമുള്ളവർ ഉണ്ടായിരിക്കെ, അറിവിൽ കുറഞ്ഞ ബലഹീനരായ എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം വേർപാടിൽ തുടങ്ങി വിശുദ്ധിയിൽ അവസാനിക്കുന്ന വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കർത്താവ് തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകൾക്കായി നിസ്സാരമാകുന്ന വസ്തുക്കളെയും നിസ്സാരമാകുന്ന ജീവികളെയും നിസ്സാരന്മാരായ മനുഷ്യരെയും ഉപയോഗിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ: നിസ്സാരമാകുന്ന വസ്തുക്കളെ ഉപയോഗിച്ച ദൈവത്തിന്, നിസ്സാരമാകുന്ന ജീവജാലങ്ങളെ ഉപയോഗിച്ച ദൈവത്തിന്, നിസ്സാരന്മാരായ മനുഷ്യരെ ഉപയോഗിച്ച ദൈവത്തിന് എന്നെയും നിങ്ങളെയും ഉപയോഗിക്കുവാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ നിന്നാ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് എന്നറിയണ്ടേ? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾ പിന്നെയും ലോകത്തിലേക്ക് തിരിയുവാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞു: ദൈവമക്കൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് എന്നറിയണ്ടേ? യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ക്രിസ്തു ഭക്ത മറ്റു വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ഒരു വിശേഷത പുലർത്തുവാൻ തയ്യാറാകണം. സംസാരങ്ങളിലായിക്കൊള്ളട്ടെ, വസ്ത്രധാരണങ്ങളിലായിക്കൊള്ളട്ടെ, കൊടുക്കൽ വാങ്ങലുകളിലായിക്കൊള്ളട്ടെ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യാദികളിൽ ഒരു വിശേഷത പുലർത്തുവാൻ തയ്യാറാകണം. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ: കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിശേഷത പുലർത്തുവാൻ തയ്യാറാകുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ഇങ്ങനെ ഗ്രഹിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തിനു വേണ്ടിയാ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് എന്നറിയണ്ടേ? യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി. മാനുഷികമാകുന്ന നിലയിൽ ഒരു ചോദ്യം ഉയർന്നു വരാം: എന്ത് ഫലമാണ് ഞാൻ പുറപ്പെടുവിക്കേണ്ടത്? പ്രധാനമായും 2 ചിന്താധാരകളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്നാമതായി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. രണ്ടാമതായി, ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. ഈ 2 കാര്യാദികൾ ലഘുവായി വിശദീകരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. ശരിയായി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ മാനസാന്തരത്തിന് യോഗ്യമായ നല്ല ഫലത്തെ കാഴ്ചവെക്കുവാൻ കഴിയുകയുള്ളൂ. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ തന്നെ അനുഗമിച്ച വ്യക്തി ജീവിതങ്ങളോടായി ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി: ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയാം. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമൊക്കെയും ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലത്തെയും പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണമേ, ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലത്താൽ തിരിച്ചറിയുവാൻ കഴിയുന്നത് പോലെ ശരിയായി മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെ അവൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഒന്നാമതായി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലത്തെ ഞാനും നിങ്ങളും പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. രണ്ടാമതായി, ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം.
ശ്രദ്ധിക്കണമേ, ജഡത്തിന് 15 വിധ ഫലങ്ങൾ ഉള്ളതുപോലെ ആത്മാവിന് 9 വിധ ഫലങ്ങളുള്ളതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ 9 വിധ ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ കഴിയുകയുള്ളൂ. മറിച്ച് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും 9 വിധ ആത്മാവിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുവാൻ സാധ്യമല്ല. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മാനസാന്തരത്തിന് യോഗ്യമായ ആത്മാവിൻ്റെ നല്ല ഫലങ്ങളെ കാഴ്ചവെക്കുവാൻ ദൈവമേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.